ഗുഡ് മോർണിംഗ് ഗായ്സ്. എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ബാസുള്ള സൗണ്ടാണ് ഇപ്പോൾ. രാവിലെ തന്നെ ആയതുകൊണ്ട്, രാവിലെ അല്ല, ഇപ്പോൾ സമയം ഒരു 11 മണിയാവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. കുറേ നാളായി ഒരു വ്ളോഗ് എടുത്തിട്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഐ തോട്ട് എടുത്തേക്കാം. പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും കാണിക്കാനില്ല, എന്നാലും വ്ളോഗ് കൊടുക്കുന്നതിന് എന്താ അല്ലേ. ഇനി എനിക്ക് ഒരു ഡീടോക്സ് ഡ്രിങ്ക് ഞാൻ ഡെയിലി കുടിക്കാറുണ്ട് രാവിലെ തന്നെ, അപ്പോൾ അത് കുടിക്കണം ഇനി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവായിരിക്കുകയാണ്. ഇന്നെൻ്റെ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗ് ആവാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം അല്ലേ. നല്ല വെയിലുണ്ട്, ഞാൻ വെയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് ഭയങ്കര വെയിലായിരിക്കും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. ഇത് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയല്ല, ഇത് അച്ഛൻ്റെ പണി സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. അതിന് മാത്രമായിട്ട് ഒരു വണ്ടി അച്ഛൻ വാങ്ങിച്ചു. എന്താ ചെയ്യാല്ലേ. അപ്പോൾ നമുക്ക് പോകാം, ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിക്കാൻ പോകാം. ഇത് എൻ്റെ ഡോക്ടർ തന്നൊരു എനർജി ഡ്രിങ്കിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് ഞാനൊരു ടീസ്പൂൺ ഇട്ടു. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ ഒരു ടീസ്പൂൺ ഇട്ട് ഞാൻ. ഇനി നമുക്ക് ഡീടോക്സ് ഡ്രിങ്കിൻ്റെ ഗൈസ് ഇതാവും. അപ്പം ഞാൻ ഇതിൽ കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കുറച്ച് ലെമൺ, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഡെയിലി ഇതുപോലെ രാവിലെ എണീറ്റിട്ട് കുടിക്കാം എന്ന് വെച്ചിട്ട്. പിന്നെ രാവിലെ തന്നെ അടിച്ച് വെക്കണ്ടല്ലോ, അടിച്ച് കഷ്ടപ്പെടണ്ടല്ലോ രാവിലെ തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കും. തീരുമ്പോൾ ഒരു ദിവസം ഞാൻ ഒരു 4 എണ്ണം ഇട്ടിട്ട് കുടിക്കും. ചിലപ്പോൾ വൈകുന്നേരം കുടിക്കും 4 എണ്ണം. ഇത് മെൽറ്റ് ആവുന്നവരെ ഇതിൽ കിടക്കട്ടെ. അതുവരേക്കും ഗുഡ് ബൈ. 300. അപ്പോൾ ഡെയിലി ഇത് കുടിക്കുകയാണെങ്കിൽ നല്ല നിറം വെക്കും എന്ന് വിചാരിക്കുന്നു. വെച്ചാൽ വെച്ച്, ഇല്ലെങ്കിൽ ഇല്ല. കാരണം അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ വർക്കാവണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഇനിയെന്താ, പിന്നെ ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്യും. ഹെയർ കട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്, ഞാൻ ലൈഫിലല്ല, ഒന്ന് വളർന്നിട്ട് മുടി വെട്ടുന്നത് ആദ്യമായിട്ടാണെന്ന് പറയും. ഞാനങ്ങനെ സലൂണിലൊന്നും പോയിട്ട് ഹെയർ കട്ടും ചെയ്യാറില്ല. അപ്പോൾ മുടി വളർന്ന് പന്തരിച്ചിട്ടുണ്ട്, ഇനി ഹെയർ കട്ട് ചെയ്യണമെന്ന്. അതാണ് എൻ്റെ മെയിൻ കാര്യം ഇന്നത്തെ. ഞാനതിൽ എക്സൈറ്റഡ് ആണെന്ന് മുടി വെട്ടും. കാരണം എപ്പോഴും ഞാൻ മുടി വെട്ടാറില്ല. എന്നുവെച്ചാൽ വെള്ളപ്പുഴൊക്കെ അനിയനെ കൊണ്ട് മുടി വെട്ടിക്കുമെന്നല്ലാതെ ഞാനങ്ങനെ മുടി വെട്ടാറില്ല. വീട്ടിൽ സമ്മതിക്കാറില്ല എന്ന് പറയണം. അപ്പം ഞാൻ ഇപ്പം വീട്ടിൽ സമ്മതിച്ചിട്ടൊന്നുമല്ല, എന്നാൽ പോലും എനിക്കും ഒരിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടക്കണ്ടേ. അപ്പോൾ പിന്നെ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ ഞാൻ പറയാം, പിന്നെ എൻ്റെ ഫ്രണ്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ക്ലീനപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു 5 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അറിയാത്തവർക്ക് ഞാൻ പറയുന്നത്, ആർക്കും അറിയില്ല അല്ലെങ്കിലും. അപ്പോൾ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഒരു പുതിയ ഒരു സലൂൺ ഇവിടെ വന്നിട്ടുണ്ട്, ലാഫൻഡ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഞാൻ അവിടെ പോയി വെട്ടാമെന്ന് വെച്ചു. ഞാൻ ബാരിക്സിൽ പോയി വെട്ടാമെന്നാണ് വിചാരിച്ചത്. അവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ പോലും സാരല്ല. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. മമ്മി ഇതാ അപ്പുറത്ത് നിൽക്കുന്നു. ദോശ ബാറ്റർ ഞങ്ങളുടെ ശരിക്കും അടപ്പുണ്ട്, എന്നാലും ഞങ്ങളിത് ഉപയോഗിക്കുകയാണ്. അതിൻ്റെ നെട്ടും പോലത്തൊക്കെ കളകിയിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതാക്കി. ദോശ ഉണ്ടാക്കാം. ഇനി ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. എൻ്റെ ദോശ ഇങ്ങനെയൊക്കെയാണ്. ജഡ്ജ് ചെയ്യരുത് പ്ലീസ്. ഇതിന് ഒറ്റക്കൈ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഒറ്റക്കൈ ഒരു കയ്യിൽ ഫോണും അങ്ങനൊന്നും മൾട്ടി ടാസ്കിങ് ഞാൻ ചെയ്യാറില്ല. ഈ ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല എന്ന് പറയുന്ന പോലെ ആയല്ലേ ഈ അമ്മ. ഇത് നോക്ക്, അടച്ചു വയ്ക്കാം. സോറി ഗൈസ്, എൻ്റെ കയ്യിൽ ട്രൈപോഡും സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ദോശ ആയോ? ഇല്ല, ആയിട്ടില്ല. കുറച്ചേരം കൂടി ടൈം എടുക്കും. എൻ്റെ ലിപ്സ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതിനെന്താ പോംവഴി എന്ന് എനിക്കറിയില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല, ബട്ട് ലിപ് ബാം മുകളിൽ ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ലിപ്സ് ബിക്കമിങ് പിഗ്മെൻറ്റ്. എൻ്റെ ഗ്രാമറൊക്കെ തെറ്റാന്ന് എനിക്കറിയാം, പക്ഷേ സഹിച്ചേ പറ്റും. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ്, എന്നിട്ട് ഫ്രഷായിട്ട് വൈകിട്ട് പുറത്ത് പോകും. പുറത്ത് പോകുന്നത് മെയിനായിട്ട് എന്തിനാണെന്ന് അറിയാലോ, ഹെയർ കട്ടിനാണ്. അപ്പോൾ കാണിക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല ഈ നേരത്ത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കുള്ളൂ ഞാൻ. ഐ ഫീൽ വെരി സാഡ് ഫോർ ദിസ് പിഗ്മെന്റേഷൻ. ഞാൻ ഇതെങ്ങനെ മാറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ, ഐ എം ഗോയിങ് ടു ഈറ്റ് ലഞ്ച് ആൻഡ് ദെൻ നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ നമുക്ക് കഴിക്കാം. ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാം. ഓക്കെ, ബൈ ബൈ. എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ലൈറ്റ് ഒക്കെ തന്നു. Today we are going to do haircut name is Transcend. Transcend cut. Transing cut. Okay. It's a new name. Toning haircut. So your hair, എന്താണ് കണ്ടുപിടിച്ചതാണ്? ഇപ്പൊ കണ്ടുപിടിച്ചതാണ്. Like എന്താ പറയാ? You understand? What is this word? I understand. Okay. Toning hair, you know. Yeah, I know toning hair. Toning hair haircut name is Transcend. Oh. Around like. Oh, so you. Before I'm working. Toning guy. Good. So when once haircut finished, just you watch your head shape. How many times you change your head shape? In haircut, head shape is main. Come back. Okay. You are not used to it. Right? Yeah, right. So you can see that. Volume. It's good. 40 layers.
Front. Oh, front if you do, they more flat. After front side and the back side. Back side also you can do. This is natural. Little bit go. Visible? ഇവിടുന്നേ Your first layer starting from here. ഓക്കെ Lot of layer is in this portion. ഓക്കെ After hair, we will see. ഓക്കെ So they have zigzag layer like a point kind of. So one hair little bit longer, one hair is shorter. ഐ ലൈക്ക് ഇറ്റ് That's it. So you can no function for myself. one. Yes. So you need to stand up. I need to push it. Okay. Ready? Back. This time also you can flop. Okay. Now you do yourself. How girls are doing in home. That's it. Like this. Okay. Now I understand. Okay. With a smile also. So good. If you like it, so it come. What? Okay. It's not Okay. You are also recording. Huh? Yeah, Okay. but my face is not recording. So now you understand how to. ഓക്കെ ഓൾ ദി ബെസ്റ്റ് പൊളിക്കൂ റിമൂവ് ചെയ്തതിൻ്റെ പ്രശ്നം Just pray for getting engaged. ഓക്കെ അപ്പോൾ ഞാൻ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒരാളുണ്ട്. No. ഓ ഇതിൻ്റെ പേരാണല്ലേ ഡിജിറ്റലാണോ ബ്രദർ, മൈ ബ്രദർ, യങ്ങർ ബ്രദർ. Yangara. ദിസ് ഈസ് ഓൾസോ മൈ യങ്ങർ ബ്രദർ. പേയ്മെൻറ്റ് 4 സോ ഗൈസ് ഇനി ഡിന്നർ കഴിക്കണം, ഉറങ്ങണം. അതാണ് ഇനി പരിപാടി. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അവസാനത്തേക്ക് എത്തുകയാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്തിട്ടുണ്ട്, എടുക്കാൻ വെച്ചിട്ട് കയറുന്ന വഴിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവളെ ക്ലീനപ്പ് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അത് വേറെ വേറെ സ്പേസ് ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ എന്താ പറയാ, എന്തായാലും നല്ലൊരു ഹെയർ കട്ടായിരുന്നു. അപ്പം എനിക്കൊരു അത്യാഗ്രഹം മൂലം പോയി ചെയ്തതാണ്. എന്നാലും ഇറ്റ്സ് ഗുഡ്. കാരണം എല്ലാവരുടെ ലൈഫിലും ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ. ഒത്തിരി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ. പക്ഷെ എൻ്റെ വീട്ടില് എൻ്റെ മമ്മിക്ക് ഇതൊന്നും ഇഷ്ടമേ അല്ല. അതാണ് പ്രശ്നം. അമ്മയ്ക്ക് ഇഷ്ടമല്ല, അച്ഛന് ഇഷ്ടമല്ല മുടി വെട്ടുന്നത്. അതേപോലെ ബന്ധുക്കളെല്ലാവർക്കും തന്നെ എൻ്റെ മുടി നല്ല മുടിയാണ്, വെറുതെ വീട്ടിൽ നശിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. ഞാൻ പോയിട്ട് മുടി മൊട്ടയടിച്ചിട്ട് വരുള്ളൂ, തല മൊട്ടയടിച്ചിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ എന്തായി, ശരിയാണ്, അവർ പറഞ്ഞു എൻ്റെ ഹെയർ നല്ലതാണ്, ഒന്നും കൂടി സൂക്ഷിക്കണം. ലൈക്ക് എന്താ ഹെയറിൽ മസാജ് ചെയ്യും എന്ന് പറഞ്ഞു. അതായത് ഹെയറിൽ എണ്ണ ഇടരുത്, ഓയിലിടരുത്, അതുപോലെ സ്കാൽപ്പിൽ മാത്രം ഓയിലിട്ടിട്ട് മസാജ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനൊക്കെ തന്നെ ഞാനങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. എനിക്കിങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഇതൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നതാണ്, വീഡിയോ എടുക്ക് അപ്ലോഡ് ചെയ്യ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. പക്ഷെ എന്തോ എനിക്ക് കണ്ടന്റ് ഇല്ലാതെ വീഡിയോ എടുക്കാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഒരാളായിപ്പോയി. എന്താ ചെയ്യാം, ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. അപ്പോൾ പിന്നെ കാണാം.